അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം, കാർബോക്സി ഹീമോഗ്ലോബിൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേരുമ്പോഴാണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കരളിനെ കുറിച്ച്. അന്ന് ഞാൻ പറഞ്ഞു കരൾ ശരിയല്ല എന്ന്. കാരണം കരളെന്ന് പറയുന്നത് എൻ്റെ കരളെ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം കരൾ മാത്രമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അവയവം. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു തേപ്പിൻ്റെ കഥയാണ്, ഹീമോഗ്ലോബിൻ്റെ കഥയാണ്. ഹീമോഗ്ലോബിൻ ആൾ ഒട്ടും ശരിയല്ലാത്ത ഒരാളാണ്, ഒരു തേപ്പിൻ്റെ ആൾ തന്നെയാണ് ന്യൂ ജനറേഷൻ ഭാഷയെ പറയുകയാണെങ്കിൽ. അത്തരം ഒരു ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള ക്ലാസ്സിനെ കുറിച്ച് കേൾക്കാം. ഹീമോഗ്ലോബിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഹീമോഗ്ലോബിൻ തന്നെയാണ്. മനുഷ്യനിൽ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം പല തരത്തിലുള്ള വർണ്ണവസ്തുക്കളുണ്ട്. ഹീമോഗ്ലോബിൻ, ഹീമെരിത്രിൻ, ക്ലോറോക്രൂറിൻ, മയോഗ്ലോബിൻ, ഹീമോസയാനിൻ, അങ്ങനെ പലതരത്തിലുണ്ട് അല്ലേ. പിന്നെ ഗ്ലോബുലിൻ, അങ്ങനെ കുറേ തരത്തിലുണ്ട്. അതിൽ മനുഷ്യനിൽ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അരുണരക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം ഒരു ഹീം ഗ്രൂപ്പും ഒരു ഗ്ലോബിൻ ഗ്രൂപ്പും ഒക്കെ ചേർന്ന ഒന്നാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. മനുഷ്യനിൽ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. രണ്ടാമത്തത് ഇരുമ്പടങ്ങിയ രക്തത്തിലെ വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഇരുമ്പടങ്ങിയത് എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ കുറവ് നമുക്ക് വിളർച്ച ഉണ്ടാക്കും, അനീമിയ ഉണ്ടാക്കും അല്ലേ. ഹീമോഗ്ലോബിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഇരുമ്പെന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ കുറവ് വിളർച്ച അഥവാ അനീമിയയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ കുറവ്, ഡെഫിഷ്യൻസി ഓഫ് ഹീമോഗ്ലോബിൻ ലീഡ്സ് ടു അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, എന്നാലേ വിളർച്ചയൊന്നും ഇല്ലാതെ നല്ല ആക്റ്റീവായിട്ടുള്ള കണ്ണിച്ചോരയുള്ള ആൾക്കാരായിട്ടിരിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം കണ്ണിനിങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ കണ്ണിച്ചോരയുണ്ടോ. അപ്പോൾ കണ്ണിച്ചോരയുള്ള ആൾക്കാരാവണമെങ്കിൽ ധാരാളം ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കുക. മൂന്നാമത്തത് ശ്വസനവാതകങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. എന്താണ് ഈ ശ്വസനവാതകങ്ങൾ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിനാണ് ഓക്സിജനെയും കൊണ്ടുപോകുന്നത്, ഹീമോഗ്ലോബിനാണ് കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ടുപോകുന്നത്. ഈ ഹീമോഗ്ലോബിൻ എവിടെയാണോ ഓക്സിജൻ ധാരാളമായി കാണുന്നത് അവിടെ നിന്ന് ഓക്സിജനെ എടുത്തുകൊണ്ട് പോകും. എവിടെയാണ് ഓക്സിജൻ ധാരാളമായി കാണുന്നത്? ഓക്സിജൻ ധാരാളമായി കാണുന്നത് ശ്വാസകോശത്തിലെ വായുറകളിലാണ്. അപ്പോൾ ശ്വാസകോശത്തിലെ വായുറകളിൽ ഓക്സിജൻ്റെ അംശിക മർദ്ദം വളരെ കൂടുതലാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വളരെ കൂടുതലാണ്. അങ്ങനെ കൂടുതലുള്ള സ്ഥലത്ത് വെച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവും. അവിടെ വെച്ച് ഓക്സിജനും ഹീമോഗ്ലോബിൻ തമ്മിൽ ഇഷ്ടത്തിലാവും അല്ലേ. ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരിങ്ങനെ യാത്ര പോകും. ഏതിൽ കൂടെ യാത്ര പോകും? രക്തത്തിൽ കൂടെ ഇങ്ങനെ യാത്ര പോകും. അങ്ങനെയാണല്ലോ, ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ ട്രിപ്പ് പോകുമല്ലോ. അപ്പോൾ അതുപോലെ ട്രിപ്പ് പോവാണ് അവർ ട്രിപ്പ് പോയി എവിടെ എത്തി? കലകളിലെത്തി കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ സ്വഭാവം മാറി. കാരണം എന്താ? അവിടെ ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് കണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ഉടനെ ഓക്സിജനെ അവിടെ കളഞ്ഞിട്ട് പകരം കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കൂട്ടുകൂടും. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂട്ടുകൂടി കാർബമിനോ ഹീമോഗ്ലോബിനാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ്റെ അമിനോ ഗ്രൂപ്പുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായി അത് കലകളിൽ നിന്ന് വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ട്രിപ്പ്. അപ്പോൾ ഹീമോഗ്ലോബിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിയല്ലേ. അത് കലകളിൽ നേരെ വന്ന് വായുവറകളിലെത്തും. അപ്പോൾ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവറകളിൽ നിന്ന് കലകളിലേക്കും കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് കലകളിൽ നിന്ന് വായുറകളിലേക്കുമാണ്. അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഈ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് ആരാ? ഹീമോഗ്ലോബിൻ. ഇവിടെ ഹീമോഗ്ലോബിൻ്റെ ആ സ്വഭാവം വ്യക്തമാകുന്നുണ്ട് അല്ലേ. ആരാണോ കൂടുതലുള്ള അവരുടെ കൂടെ കൂട്ടുകൂടുക. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്, പറഞ്ഞുതരാം. അപ്പം ശ്വസനവാതകങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ്റെ അമിനോ ഗ്രൂപ്പുമായി ചേരുമ്പോഴാണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേർന്ന് ആരുണ്ടാവും? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ ചേർന്ന് ആരുണ്ടാവും? കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അടുത്ത എന്താ? സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ഉണ്ടാവുന്നത് ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡുകളുടെ വ്യത്യാസം മൂലമാണ്. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം. എന്താണ് ഈ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഉള്ളത് അരുണരക്താണുക്കളിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അരുണരക്താണുക്കളുടെ ആകൃതി എന്താണ്? ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പാണ് അല്ലേ. ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയി എടുക്കുന്ന ഡംബലിൻ്റെ ഷേപ്പാണെന്ന് നമുക്ക് പറയാം.
അപ്പം അങ്ങനെ ഡംബൽ ഷേപ്പുള്ള അരുണരക്താണുക്കൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം. അതെന്താ ഈ ചെറിയൊരു വ്യത്യാസം? ഹീമോഗ്ലോബിനിൽ ആൽഫ ചെയിനും ബീറ്റാ ചെയിനും ഉണ്ട്. ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിനിൽ ആ ഒരു അമിനോ ആസിഡിൻ്റെ വ്യത്യാസം, ഒരൊറ്റ അമിനോ ആസിഡിൻ്റെ വ്യത്യാസം കൊണ്ട് ഈ ഷേപ്പ് അങ്ങ് മാറും. ഷേപ്പ് മാറി അത് അരിവാൾ പോലെയാവും. ഈ അരിവാൾ പോലെ ആവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം. എന്താണ് ഏത് അമിനോ ആസിഡിൻ്റെ വ്യത്യാസമാണ്? ഞാൻ പറഞ്ഞു ഹീമോഗ്ലോബിനിൽ ബീറ്റാ ചെയിനിൽ ഉള്ള അമിനോ ആസിഡിൻ്റെ വ്യത്യാസമാണ്. നമുക്കറിയാം വാലിൻ, ഹിസ്റ്റിഡിൻ, ലൂസിൻ, ത്രയോണിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. വാലിൻ, ഹിസ്റ്റിഡിൻ, ലൂസിൻ, ത്രയോണിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. അതിൽ ഈ ഗ്ലൂട്ടാമിക് ആസിഡാണ് നമ്മുടെയൊക്കെ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിനിലെ 6ാമത്തെ അമിനോ ആസിഡ്. എന്നാൽ സിക്കിൾ സെൽ അനീമിയുള്ള ആൾക്കാരിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ. ഗ്ലൂട്ടാമിക് ആസിഡ് മാറി പകരം അവിടെ വാലിൻ വന്നു. ആകെ പ്രശ്നമായില്ലേ? ഡംബർ ഷേപ്പുള്ള നമ്മുടെ RBC സിക്കിൾ ഷേപ്പായി. ആരുടെ പ്രശ്നം കൊണ്ട്? ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം കൊണ്ട്. ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ചെയിനിലെ 6th പൊസിഷനിലെ അമിനോ ആസിഡിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇവിടെ ഒരു ഗുണമുണ്ട്, അതും കൂടി ഇതിൻ്റെ ഒപ്പം പറഞ്ഞുതരാം. നമ്മുടെ ഡംബർ ഷേപ്പിലിരിക്കുന്ന RBCയുടെ ഉള്ളിൽ പ്ലാസ്മോഡിയം. ആരായി പ്ലാസ്മോഡിയം? മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം, മലമ്പനി ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം വളരെ സുഖമായിട്ട് കയറിയിരുന്ന് നമുക്ക് മലമ്പനി തരും. പക്ഷെ സിക്കിൾ സെൽ അനീമിയുള്ള ആ ഷേപ്പ് ആവുമ്പോൾ അതിനകത്ത് പ്ലാസ്മോഡിയത്തിന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഉള്ളവർക്ക് സാധാരണ മലമ്പനി വരാറില്ല. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഓർത്തു വെച്ചോ, വെറുതെ ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡുകളുടെ വ്യത്യാസം മൂലമാണ്. ഇനി അടുത്തത്, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് പരമാവധി എത്ര ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ പറ്റും? 4 എണ്ണത്തിന്. ഒരു ഹീമോഗ്ലോബിനിൽ 4 ഹീം ഗ്രൂപ്പുകളാണുള്ളത്. ഒരു ഹീം ഗ്രൂപ്പിന് ഒരു ഓക്സിജൻ എടുക്കാം. അപ്പം 4 ഹീം ഗ്രൂപ്പിന് എത്ര ഓക്സിജൻ എടുക്കാം? 4 ഓക്സിജൻ എടുക്കാം. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് പരമാവധി എടുക്കാൻ പറ്റുന്ന ഓക്സിജൻ മോളിക്യൂളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് പറയും? പൂരിത ഹീമോഗ്ലോബിൻ എന്ന് പറയും. സാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. ചില സമയത്ത് നമുക്കൊക്കെ ഈ അവസ്ഥ വരാറുണ്ടല്ലേ, ഈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ വരാറില്ലേ? കുറേ നേരം ഇങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കണമെന്നും തലേ കയറാത്തൊരവസ്ഥ വരും. നമ്മുടെ സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. ആ സാച്ചുറേറ്റഡ് കണ്ടീഷൻ പോലെ ഹീമോഗ്ലോബിനിൽ ഇനി ആരെയും കൊള്ളില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നതിനെയാണ് നമ്മൾ പൂരിത ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആ പൂരിത ഹീമോഗ്ലോബിൻ ആവണമെങ്കിൽ ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ വേണം. 5ാമത്തെ ഒരാൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹീമോഗ്ലോബിന് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് 4 ആണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേരുമ്പോഴാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം, കാർബോക്സി ഹീമോഗ്ലോബിൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേരുമ്പോഴാണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ട് ചേരുമ്പോഴാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, ഓക്സിജനെ കാണുമ്പോൾ ഓക്സിജൻ്റെ കൂടെ പോകും, കാർബൺ ഡൈ ഓക്സൈഡിനെ കാണുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ പോകും. ഇവർ രണ്ടാളും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണെന്നെങ്കിലും പറയാം. കാരണം ഓക്സിജനെ നമുക്ക് ശ്വസിക്കാൻ വേണം, തിരിച്ച് നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാനും ഹീമോഗ്ലോബിൻ വേണം. ഒരു ആവശ്യമില്ലാത്ത ഒരാളാണ് ഈ കാർബൺ മോണോക്സൈഡ്. ഒരാവശ്യമില്ലാത്ത ആളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വാഹനങ്ങളുടെയൊക്കെ ഭയങ്കര ആധിക്യമാണ്, ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകകളും ഭയങ്കര കൂടുതലാണ്. ഇതിനൊക്കെ വരുന്ന ഒട്ടും നന്നല്ലാത്ത ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. നമുക്കത് വേണോ? വേണ്ട. എന്നിട്ടും ഈ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലും ശരി, ഓക്സിജൻ ഉണ്ടെങ്കിലും ശരി, ഇവർ രണ്ടുപേരുടെയും കൂടാതെ ആർക്കും വേണ്ടാത്ത കാർബൺ മോണോക്സൈഡിൻ്റെ ഒപ്പം. ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഹീമോഗ്ലോബിനൊരു തേപ്പ് സ്വഭാവമാണെന്ന്? 200 ഇരട്ടി, 1-2 അല്ല, ഓക്സിജനേക്കാൾ 200 ഇരട്ടി ഇഷ്ടം കൂടുതലാത്രേ കാർബൺ മോണോക്സൈഡിനോട്. ശരിയല്ലല്ലോ ഹീമോഗ്ലോബിൻ? ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനോട് 200 ഇരട്ടി ഇഷ്ടം കൂടുതൽ കൂടിയിട്ട് എവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടോ അപ്പോൾ പോയി അതിൻ്റെ കൂടെ ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതാണ് നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്നൊക്കെ പറയുന്നത്. ഹീമോഗ്ലോബിനിലെ ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡും ബീറ്റാ ചെയിനിൽ 146 അമിനോ ആസിഡുമാണുള്ളത്. മനുഷ്യനിലെ ഹീമോഗ്ലോബിനിലെ ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡുകളും ബീറ്റാ ചെയിനിൽ 146 അമിനോ ആസിഡുകളുമാണ് കാണപ്പെടുന്നത്. 2 ആൽഫ യൂണിറ്റുകളും സബ് യൂണിറ്റ് കേട്ടോ, 2 ഗാമ സബ് യൂണിറ്റുകളും അടങ്ങിയ ഹീമോഗ്ലോബിനെയാണ് ഹീമോഗ്ലോബിൻ A2 എന്ന് പറയുന്നത്. എന്താണ് ഹീമോഗ്ലോബിൻ A2?
അതിനകത്ത് 2 ആൽഫ സബ് യൂണിറ്റും 2 ഗാമ സബ് യൂണിറ്റും ഉണ്ടാവും. നമ്മുടെയൊക്കെ ഹീമോഗ്ലോബിൻ്റെ 2 to 3% ഹീമോഗ്ലോബിൻ A2 ആണ് കേട്ടോ. സാധാരണ ആൽഫയും ബീറ്റയാണ്. എന്നാൽ 2 ആൽഫ യൂണിറ്റും 2 ഗാമ യൂണിറ്റും ആണെങ്കിൽ അതിനെ ഹീമോഗ്ലോബിൻ A2 എന്ന് പറയും. മുതിർന്നവരുടെ ഹീമോഗ്ലോബിൻ 2 മുതൽ 3% വരെയാണ് ഹീമോഗ്ലോബിൻ A2 കാണുന്നത്. ഇനി അടുത്തത് 2 ആൽഫ സബ് യൂണിറ്റും 2 ഡെൽറ്റ സബ് യൂണിറ്റും അടങ്ങിയ നവജാത ശിശുക്കളിൽ കാണുന്ന ഹീമോഗ്ലോബിനാണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ അഥവാ ഹീമോഗ്ലോബിൻ F. ഫീറ്റൽ ഹീമോഗ്ലോബിൻ അഥവാ ഹീമോഗ്ലോബിൻ F നവജാത ശിശുക്കളിൽ കാണുന്നത്. ഇത് നവജാത ശിശുക്കളിൽ കാണുന്നതാണെങ്കിലും മുതിർന്നവരിൽ 1% താഴെ ഫീറ്റൽ ഹീമോഗ്ലോബിൻ കാണാറുണ്ട്. ഈ ഫീറ്റൽ ഹീമോഗ്ലോബിനിൽ 2 ആൽഫ യൂണിറ്റുകളും 2 ആൽഫ സബ് യൂണിറ്റുകളും 2 ഡെൽറ്റ സബ് യൂണിറ്റുകളുമാണ് കാണാറുള്ളത്. പോളിഗ്ലോബുലിയ എന്ന അവസ്ഥയുടെ മറ്റൊരു പേരെന്താണ്? പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ RBCയുടെ കൗണ്ട് കൂടുന്ന അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂടുന്ന ഒരു അവസ്ഥയാണ്. RBCക്ക് അകത്താണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ RBC കൂടിയാൽ ഹീമോഗ്ലോബിന് നാച്ചുറലി കൂടും. കൂടിയാൽ നല്ലതാണോ? നന്നല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോളിസൈത്തീമിയ അഥവാ പോളിഗ്ലോബുലിയ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് തീർച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. നമുക്ക് എത്ര ഹീമോഗ്ലോബിൻ ഉണ്ട്, ആ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്, നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്ത് വരും? വിളർച്ച വരും. കൂടിയാൽ പ്രശ്നമല്ലേ? കൂടിയാലും പ്രശ്നമാണ്. നമ്മൾ പറയാറുണ്ട് അധികമായാൽ അമൃതം വിഷം. എത്ര ഉപയോഗമുള്ള സാധനമാണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പണി തരും. അപ്പോൾ അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണതിനെയാണ്, ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമോസ്റ്റാസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിനോമീറ്റർ ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് തീർച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹീമോഗ്ലോബിനൂറിയ. രക്തത്തിൽ അധികമായ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? മൂത്രത്തിൽ കൂടെ പുറന്തള്ളും. അപ്പോൾ രക്തത്തിൽ അധികമാകുന്ന ഹീമോഗ്ലോബിൻ മൂത്രത്തിൽ കൂടെ പുറന്തള്ളും. അങ്ങനെ മൂത്രത്തിൽ കൂടെ പുറന്തള്ളുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹീമോഗ്ലോബിനൂറിയ. എന്തും രക്തത്തിൽ അധികമായാൽ അത് യൂറിനിൽ കൂടെ പുറന്തള്ളും. ഹീമോഗ്ലോബിനാണ് അധികമാവുന്നതെങ്കിൽ അത് യൂറിനിൽ കൂടെ പുറന്തള്ളും. ആ അവസ്ഥയാണ് ഹീമോഗ്ലോബിനൂറിയ. നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ 14 മുതൽ 18 വരെയാണ് പുരുഷന്മാരിൽ. സ്ത്രീകളിൽ 12 മുതൽ 16 വരെയാണ്. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ റേഞ്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ചില പുസ്തകങ്ങളിൽ 12 മുതൽ 15 വരെയാണെന്നാണല്ലോ. ഇതൊരു റേഞ്ചാണ്. ഈ ഒരു അളവ് വരെ കുഴപ്പമില്ലാത്ത അളവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പൊതുവേ ഫിസിയോളജിക്കലി പുരുഷന്മാർ സ്ത്രീകളെക്കാളും എല്ലാ കാര്യങ്ങളിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഹീമോഗ്ലോബിൻ്റെ അളവിലാണെങ്കിലും RBCയുടെ അളവിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയും സ്ത്രീകൾ 12 മുതൽ 16 വരെയുമാണ് കാണപ്പെടുന്നത്. നമ്മൾ റേഞ്ച് പഠിക്കുമ്പോൾ ടോട്ടലി ചോദിക്കും 12 to 16 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഒന്നിച്ച് പറയുമ്പോൾ പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിളർച്ച അഥവാ അനീമിയ. അപ്പോൾ നമ്മളിന്ന് ഹീമോഗ്ലോബിനെ കുറിച്ചാണ് പഠിച്ചത്. ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഹീമോഗ്ലോബിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി മറ്റൊന്നുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.